ചുരം കയറും രാഹുൽ. അനിശ്ചിതത്വത്തിനൊടുവിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാകും. ഡൽഹിയിൽ AK ആന്റണിയാണ് പ്രഖ്യാപനം നടത്തിയത്. ദക്ഷിണേന്ത്യയിലെ പ്രവർത്തകരുടെ അഭ്യർത്ഥന സ്വീകരിച്ചാണ് രാഹുലിന്റെ തീരുമാനമെന്ന് ആന്റണി പറഞ്ഞു. രണ്ടാഴ്ചയിലേറെ നീണ്ട അനിശ്ചിതത്വം, ആകാംക്ഷ, പഴിചാരലുകൾ. ഒടുവിൽ ഇന്നു രാവിലെ മുതൽ AK ആന്റണിയുടെയും KC വേണുഗോപാലിന്റെയും നേതൃത്വത്തിൽ ഡൽഹിയിൽ തിരക്കിട്ട കൂടിയാലോചനകൾ. എന്നുമുള്ള AICC വാർത്താ സമ്മേളനത്തിലേക്ക് ഇന്നു പതിവില്ലാതെ AK ആന്റണിയും KC വേണുഗോപാലും കടന്നുവന്നതോടെ ഉറപ്പായി സുപ്രധാന പ്രഖ്യാപനം ഉണ്ടാകാൻ പോകുന്നു. ഏറെ ആഹ്ലാദത്തോടെ ആന്റണി രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. That Rahul Gandhi will contest from Wayanad parliamentary constituency from Kerala. 3 സംസ്ഥാനങ്ങളുടെ അതിർത്തിയിലുള്ള വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം ദക്ഷിണേന്ത്യയിലെ പ്രവർത്തകരുടെ അഭ്യർത്ഥന മാനിച്ചാണെന്ന് വിശദീകരണം. രാജ്യത്തെ വിഭജിക്കുന്ന BJP നയത്തിനെതിരെയാണ് രാഹുൽ ഗാന്ധിയുടെ മത്സരം. ഏതു സീറ്റ് നിലനിർത്തണമെന്നത് വിജയിച്ചു കഴിഞ്ഞു തീരുമാനിക്കും. തീർച്ചയായിട്ടും വയനാട് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിലൊരു തരംഗമുണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ഒരാഴ്ചയിലേറെ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് രാഹുൽ സ്ഥാനാർത്ഥിത്വത്തിന് സമ്മതം മൂളിയത്. വയനാട്ടിൽ ഇടതിനെതിരെ മത്സരിക്കണോ എന്നതിൽ രാഹുലിനുണ്ടായ ആശയക്കുഴപ്പവും നേതാക്കൾക്കിടയിലെ അഭിപ്രായ ഭിന്നതകളുമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇത്രയും വൈകിപ്പിച്ചത്. ക്യാമറാമാൻ KP ധനേഷിനൊപ്പം KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. KP അഭിലാഷും പ്രദീപ് പിള്ളയും ചേരുന്നു. ആദ്യം പ്രദീപ് പിള്ളയിലേക്ക് പോയാൽ, പ്രദീപ് പിള്ള, ഇത് വലിയ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ, ഒപ്പം നേതാക്കളും. കേരളത്തിൽ 20 സീറ്റ് നേടുമെന്ന ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുമ്പോൾ രാഹുലിന്റെ വരവ് എന്തു മാറ്റമുണ്ടാക്കും തെരഞ്ഞെടുപ്പ് രംഗത്ത്? ഇതുവരെ മന്ദീഭവിച്ച് കിടന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പൂർവാധികം ശക്തിയോടെ കോൺഗ്രസിന് ആരംഭിക്കാൻ സാധിക്കുന്ന സാഹചര്യം ഒരുങ്ങുന്നു. ഒപ്പം ഇടതുപക്ഷത്ത് അല്പം മ്ലാനതയും പരന്നിരിക്കുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? രഞ്ജിത്ത്, വളരെ കൃത്യമായ വിലയിരുത്തലാണ് അത്. കോൺഗ്രസിന് അത്യാവശ്യം വേണ്ടിയിരുന്നത് ഊർജ്ജമാണ്. നമുക്കറിയാം, ഒരുപക്ഷെ ഇടത് കക്ഷികളെ പോലെയോ അല്ലെങ്കിൽ BJPയെ പോലെയോ ഒരു കാഡർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല കോൺഗ്രസ്. അതിന് പ്രവർത്തിക്കണമെങ്കിൽ ആവേശം വേണം, ഒരു ഓളം വേണം, ഒരു തരംഗത്തിൻ്റെ പ്രതീതിയെങ്കിലും വേണം. ആ അർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ, ദേശീയ അധ്യക്ഷൻ്റെ, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുടെ കടന്നുവരവെന്നുള്ളത് വലിയ വ്യത്യാസമുണ്ടാക്കുന്നു, വലിയ അളവിൽ ഊർജം പകരുന്നു. 2, കോൺഗ്രസിനും UDFനും ഉണ്ടായിരുന്ന ചില തിരിച്ചടികളുണ്ട്. തുടക്കത്തിൽ സീറ്റ് വിഭജന വേളയിൽ, സ്ഥാനാർത്ഥി നിർണയ വേളയിലുണ്ടായ കല്ലുകടിയും വടംവലികളും പടലപ്പിണക്കവും ഒക്കെ പ്രത്യക്ഷമായി പുറത്തു വന്നതാണ്. ഏറ്റവും ഒടുവിൽ മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ തന്നെ തുറന്നു പറഞ്ഞു, ഗ്രൂപ്പ് കളിയിൽ കോൺഗ്രസ് തകരും എന്ന മട്ടിൽ. വയനാട് സീറ്റിന് വേണ്ടി രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും വലിയ വടംവലി നടത്തി എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. അതുപോലെ KV തോമസിന് എറണാകുളം സീറ്റ് നിഷേധിച്ചപ്പോൾ അദ്ദേഹം പരസ്യമായ പ്രതികരണത്തിന് ഒരുങ്ങി, പരസ്യമായി പ്രതിഷേധം പ്രകടിപ്പിച്ചു. ചില മണ്ഡലങ്ങളിലെങ്കിലും സ്ഥാനാർത്ഥി നിർണയം പാളിയോ എന്നുള്ള ആശങ്കയും ഉയർന്നു. ഇതിനെയെല്ലാം മറികടക്കാനുള്ള മരുന്നായും ഊർജ്ജമായും വന്നതാണ് വന്നേക്കുമെന്നുള്ള സൂചന ആദ്യം ഉമ്മൻചാണ്ടിയും പിന്നാലെ മറ്റ് മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും പുറത്തുവിട്ടത്. പക്ഷെ അതിനുശേഷം അതിലും വലിയ തിരിച്ചടി എന്നുള്ള മട്ടിൽ അനിശ്ചിതത്വം തുടർന്നു. പ്രഖ്യാപനം ഉണ്ടായില്ല. രാഹുലിന്മേൽ സമ്മർദ്ദമുണ്ട്. ഇവിടെ മത്സരിക്കാതിരിക്കാൻ ഇടതു കക്ഷികളിൽ നിന്നും UPAയിലെ മറ്റ് ഘടകകക്ഷികളായ ജനതാദളിൽ നിന്നും NCPയിൽ നിന്നും ഒക്കെ കാര്യമായ സമ്മർദ്ദമുണ്ട് എന്നുള്ള വാർത്തകൾ വന്നു. രാഹുൽ പിന്മാറുമെന്നുള്ള സൂചന വന്നതോടുകൂടി ആദ്യമുണ്ടായ ആവേശം തിരച്ചടിയാവുന്ന അവസ്ഥയുണ്ടായി. ഇതിനൊപ്പം തന്നെ വടകര മണ്ഡലത്തിലെ പ്രഖ്യാപനവും നീണ്ടു. വടകരയിലും വയനാട്ടിലും വളരെ പ്രത്യക്ഷമായി, മറ്റു മണ്ഡലങ്ങളിൽ അങ്ങനെയല്ലാതെയും ഒരു മ്ലാനത പകർന്നു. ഇതിനൊടുവിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ ഏറ്റവും ഒടുവിൽ പറഞ്ഞു, വളരെ വിഷമമുണ്ടെന്ന് പറഞ്ഞു. ആരാണ് ഇതിന് പിന്നിൽ ആരൊക്കെയോ കളിക്കുന്നു എന്നുള്ളൊരു സൂചന അദ്ദേഹം നൽകി. ഒടുവിൽ മുസ്ലിം ലീഗ് പരസ്യമായി പ്രതികരിച്ചു. രാഹുൽ ഗാന്ധി അടിയന്തരമായി ഒരു തീരുമാനം എടുക്കണം. രാഹുൽ ഗാന്ധി വരുന്നതാണ് കേരളത്തിനും UDFനും കോൺഗ്രസിനും നല്ലതെന്നും ഈ അനിശ്ചിതത്വം തീർച്ചയായും ദോഷം ചെയ്യുമെന്ന് പറഞ്ഞു. ഇതിനൊരു ഒടുവിലാണ് ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള 2 മുതിർന്ന നേതാക്കൾ AK ആന്റണിയും KC വേണുഗോപാലും ഒരുമിച്ചിരുന്ന് ഈ പ്രഖ്യാപനം നടത്തുന്നു. ഉടൻ തന്നെ നാം കണ്ട കാഴ്ചകൾ, വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, കോൺഗ്രസ് ഓഫീസുകളിൽ നിന്ന്, DCC ഓഫീസുകളിൽ നിന്ന്
UDFിൻ്റെ മറ്റ് നേതാക്കളായ മുസ്ലിം ലീഗിൻ്റെ ശ്രീ കൊരമ്പയിൽ അഹമ്മദ് ഹാജി അടക്കമുള്ളവരുടെ പ്രതികരണം നാം കണ്ടു. പടക്കം പൊട്ടിച്ചും മധുരപലഹാരം വിതരണം ചെയ്തും അവർ രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യവുമായി രംഗത്തിറങ്ങിയിരിക്കുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും ഇടത് ക്യാമ്പിൽ മ്ലാനത പരന്നിട്ടുണ്ട്. അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് അത് വ്യക്തമാണ്. എന്തുദ്ദേശിച്ചാണ് രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് വന്നത്, എന്ത് രാഷ്ട്രീയമാണിതെന്ന് സീതാറാം യെച്ചൂരി തന്നെ ചോദിച്ചു. പിണറായി വിജയൻ തുറന്നു പറഞ്ഞു, ഇവിടേക്ക് വരുന്നത് ഇടതിനെ തോൽപ്പിക്കാനാണോ, അതോ എന്താണ് രാഷ്ട്രീയ അജണ്ട കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിയെയും BJPയെ തോൽപ്പിക്കുക എന്നുള്ളതാണോ, ഇടത് കക്ഷികളെ തോൽപ്പിക്കുക എന്നുള്ളതാണോ എന്നുള്ള ചോദ്യം. ഇതിൽ വളരെ കാര്യമായി ശ്രദ്ധിക്കേണ്ട മറ്റൊന്നുള്ളത്, ഇടതുപക്ഷ കക്ഷികൾ പ്രത്യേകിച്ചും CPM കണ്ടുവച്ചിരുന്ന ന്യൂനപക്ഷ വോട്ടുകളുണ്ട്. പലപ്പോഴും സാഹചര്യം അനുസരിച്ച് തങ്ങൾക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന അല്ലെങ്കിൽ തങ്ങൾക്ക് ദോഷം വരുന്ന പാർട്ടികളെ അല്ലെങ്കിൽ നേതാക്കളെ തോൽപ്പിക്കാനായി മാറി മാറി വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ന്യൂനപക്ഷ വോട്ടുകളുണ്ട്. അതുപോലെ തന്നെ നിഷ്പക്ഷം എന്ന് നാം വിലയിരുത്തുന്ന ഓരോ തെരഞ്ഞെടുപ്പിൽ ഓരോ ഭാഗത്തേക്ക് ചായുന്ന വോട്ടുകളുണ്ട്. ഇത് രണ്ടും പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ കൊണ്ട് ശബരിമല വിഷയം ഉണ്ടാക്കിയേക്കാവുന്ന ഒരു തിരിച്ചടി മറികടക്കാമെന്നും വിജയം നേടാമെന്നും CPMും ഇടത് കക്ഷികളും പ്രതീക്ഷിച്ചിരുന്നു. രാഹുൽ ഗാന്ധി എന്ന പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുടെ കടന്നുവരവോടുകൂടി മോദിക്കെതിരായ ശക്തികളുണ്ടെങ്കിൽ, BJP വിരുദ്ധ വികാരമുണ്ടെങ്കിൽ ആ വോട്ടുകളെല്ലാം ഏകീകരിക്കപ്പെടും എന്നുള്ള ഉറച്ച വിശ്വാസവും ആത്മവിശ്വാസവും കോൺഗ്രസിനും UDFിനും ഉണ്ട്. അത് വലിയ ആശങ്കയായി ഇടത് ക്യാമ്പിലും പടരുന്നു. തീർച്ചയായും കുർദീപ് പിള്ളയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് KP അഭിലാഷ് കൂടി ചേരുന്നു ഡൽഹിയിൽ നിന്ന്. അഭിലാഷ്, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം. കുറച്ചൊക്കെ അനിശ്ചിതത്വം ഉണ്ടായെങ്കിലും ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ശുഭസൂചനകൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് പലപ്പോഴും ലഭിച്ചിരുന്നു. അത്തരത്തിലുള്ള സൂചനകൾ KC വേണുഗോപാലിന്റെ അടക്കം ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എങ്ങനെയാണ് എത്തിയത്? ലീഗ് അടക്കം സമ്മർദ്ദം ചെലുത്തിയിരുന്നുവല്ലോ ഇവിടെ നിന്ന്. ഒപ്പം വയനാട് തിരഞ്ഞെടുക്കാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ച പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ AICC വളരെ കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. അമേഠിക്ക് പുറമെ ദക്ഷിണേന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് നിന്നുകൂടി രാഹുൽ ഗാന്ധി ജനവിധി തേടുക എന്നുള്ളത്, അവിടെ കർണാടകം, തമിഴ്നാട്, കേരളം എന്നിങ്ങനെ 3 സംസ്ഥാനങ്ങൾ പരിഗണനയിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനമായും കേരളത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുവാനുണ്ടായ സാഹചര്യം ഇതായിരുന്നു. ഒന്ന്, കർണാടകത്തിലെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം റിസോർട്ട് രാഷ്ട്രീയമാണ് വർത്തമാനകാലത്തിൽ പോലും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ജനതാദളിന്റെ ഉൾപ്പെടെയുള്ള ഒരു പിന്തുണയോടുകൂടി മാത്രമേ കോൺഗ്രസിന് കൃത്യമായ ഒരു സാന്നിധ്യം അറിയിക്കുവാനും വിജയം നേടുവാനും സാധിക്കുകയുള്ളൂ. ഇത് കർണാടകയിലെ സാഹചര്യമെങ്കിൽ തമിഴ്നാട്ടിൽ DMKയുടെയും കോൺഗ്രസിന്റെയും സഖ്യം വലിയ തോതിലുള്ള മുന്നേറ്റമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ടത് DMKയുടെ കൃത്യമായ പിന്തുണയില്ലാതെ തമിഴ്നാട്ടിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് വിജയിക്കാനാവുകയില്ല കോൺഗ്രസിനെ എന്നുള്ളതാണ്. പിന്നീടായിരുന്നു കേരളത്തിലേക്ക് സാഹചര്യം അനുകൂലമായി എത്തുന്നത്. അവിടെ വയനാട് പോലെയുള്ള ഒരു മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന് നിർണായകമായ ഒരു സ്വാധീനമുണ്ട്. പക്ഷേ DMK, ജനതാദൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളെ വിലയിരുത്തുമ്പോൾ അവസരവാദ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായി മുസ്ലിം ലീഗിന് വിലയിരുത്താൻ സാധിക്കില്ല. തീർച്ചയായും അവർ എപ്പോഴും UPAയോടൊപ്പം നിൽക്കുന്നവരാണ്. വർത്തമാനകാലം പരിശോധിച്ചാൽ അതിന് ഒരു മാറ്റവും കാതലായ മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇതായിരുന്നു AICCയെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് എത്താനുണ്ടായ പശ്ചാത്തലം. മറുഭാഗത്ത് വയനാട്ടിൽ നിന്ന് ജനവിധി തേടുമ്പോൾ അത് ദേശീയ രാഷ്ട്രീയത്തിൽ ഏതൊക്കെ തരത്തിലായിരിക്കും പ്രതിഫലിക്കുക എന്ന ചോദ്യം കൂടി ഉണ്ടാകുന്നുണ്ട്. അവിടെ ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെ ഗംഗയിലൂടെ അടക്കം വാരണാസിയിലും ഉൾപ്പെടെ റായ്ബറേലിയിലടക്കം അയോധ്യയിലേക്ക് അടക്കം നടത്തിയ സുപ്രധാനമായ ഒരു യാത്ര എന്ന് തന്നെ പറയാവുന്ന പ്രിയങ്ക ഗാന്ധിയുടെ മുന്നേറ്റം. പ്രിയങ്ക ഗാന്ധി ഗംഗാതീരത്ത് കൂടി നടത്തിയ യാത്രയിൽ വാരണാസിയിലെ നെയ്ത്ത് തൊഴിലാളികളുമായും ഗംഗാതീരത്തെ മത്സ്യത്തൊഴിലാളികളുമായും ഒക്കെ സംവദിക്കുമ്പോൾ അവർക്ക് കിട്ടിയ ഒരു ജനപ്രീതി, അത് ഉത്തരേന്ത്യയെ വലിയൊരു തരംഗമാക്കി മാറ്റാൻ സാധിക്കുമെന്ന് പൊതുവിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ അമേഠി എന്നത് തന്റെ കർമ്മമണ്ഡലമാണ് എന്ന് പറയുന്നു. അമേഠിയിലെ വികാരം മുഴുവൻ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമെന്ന് പറയുമ്പോൾ തന്നെ മറ്റൊന്ന് ദക്ഷിണേന്ത്യയിൽ കൂടി വലിയൊരു തരംഗം ഉണ്ടാക്കാൻ രാഹുൽ ഗാന്ധിയെ നിയോഗിക്കുക എന്നുള്ളതായിരുന്നു. അതിന് ഏറ്റവും ഉചിതമായ ഇടം എന്ന തരത്തിലേക്ക് വയനാട് തന്നെ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ന് അല്പസമയം മുമ്പ് AICC ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മുതിർന്ന നേതാക്കളായ AK ആന്റണി, KC വേണുഗോപാൽ, അഹമ്മദ് പട്ടേൽ, കേരളത്തിന്റെ ചുമതലയുള്ള മുകുൾ വാസ്നിക്, കോൺഗ്രസിന്റെ വക്താവ് രൺദീപ് സുർജേവാല, ഇവർ നേതാക്കൾ ഒന്നടങ്കം അണിനിരുന്ന വാർത്താ സമ്മേളനത്തിലാണ് ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിന് ആകാംക്ഷയ്ക്ക് വിരാമമിട്ടുകൊണ്ട് പ്രഖ്യാപനമുണ്ടായത്. ആ പ്രഖ്യാപനത്തിൽ കോൺഗ്രസ് പറയുന്നതാകട്ടെ, ഈ പോരാട്ടം BJPക്കെതിരെ തന്നെയാണ്. രാജ്യത്തെ വിഭജിക്കുന്ന വിഭജന രാഷ്ട്രീയത്തിനെതിരായ പോരാട്ടമാണ് ദക്ഷിണേന്ത്യയിൽ രാഹുൽ ഗാന്ധി നടത്താൻ പോകുന്നത്. കോൺഗ്രസിന് ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും ഒരുപോലെയാണ് എന്ന സന്ദേശം രാജ്യത്തെ ജനങ്ങൾക്ക്
നൽകുന്നതിന് വേണ്ടിയാണ് വയനാടിനെ തെരഞ്ഞെടുക്കുന്നത്. വയനാടിനെ തെരഞ്ഞെടുക്കുമ്പോൾ കേരളം, തമിഴ്നാട്, കർണാടകം 3 സംസ്ഥാനങ്ങളുടെ അതിർത്തി പങ്കിടുന്ന മണ്ഡലം കൂടിയാണ്, ലോക്സഭാ മണ്ഡലം കൂടിയാണ് വയനാട്. ഈ 3 സംസ്ഥാനങ്ങളിൽ കൃത്യമായി മുൻതൂക്കം നേടുന്നതിന് കോൺഗ്രസിന് സാധിക്കും. ദക്ഷിണേന്ത്യയിൽ ഉടനീളം കോൺഗ്രസ് തരംഗം സൃഷ്ടിക്കാൻ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ സാധിക്കും എന്ന് AK ആന്റണി വ്യക്തമായി പറയുന്നു. അതായത് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ 10ഓ 15ഓ അല്ലെങ്കിൽ 20ഓ സീറ്റുകൾ വരെ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് സ്ഥാനാർത്ഥിയാകുമ്പോൾ നേടാൻ സാധിക്കും എന്ന ഒരു ധാരണയും വിശ്വാസവുമാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത്. മറ്റൊന്ന്, എന്തുകൊണ്ട് ഇന്ന് പ്രഖ്യാപനം ഉണ്ടായി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം വരെ പലതരത്തിലുള്ള ചർച്ചകളായിരുന്നു. രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കുന്നു എന്നുള്ളത് ദേശീയ രാഷ്ട്രീയത്തിൽ ഏത് നിലയെ സ്വാധീനിക്കും, കേരളത്തിൽ എത്രത്തോളം അനുകൂലമായ സാഹചര്യമുണ്ട്, അമേഠിക്ക് പുറമെ സുരക്ഷിതമായ ഒരു മണ്ഡലം തേടുമ്പോൾ BJP എന്ത് രാഷ്ട്രീയായുധം പുറത്തെടുക്കും, ഇത്തരം ആലോചനകൾ ഒരു ഭാഗത്ത്. മറുഭാഗത്ത് കേരളത്തിലേക്ക് വരുമ്പോഴാകട്ടെ പ്രധാന എതിരാളി എന്നത് ഇടതുപക്ഷമാണ്. അങ്ങനെ ഇടതുപക്ഷത്തെ എതിർക്കാനായി രാഹുൽ ഗാന്ധി എത്തുന്നുവെങ്കിൽ എന്ത് സന്ദേശമാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യം ഇടതുപക്ഷം നേരത്തെ തന്നെ ചോദിക്കുകയും ചെയ്തിരുന്നു. അത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിലേറണമെങ്കിൽ SP-യുടെയും BSP-യുടെയും തൃണമൂൽ കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും ഒക്കെ പൂർണ്ണമായി പിന്തുണ വേണം എന്ന് തിരിച്ചറിയുന്ന കോൺഗ്രസ് ഏത് നിലയിലായിരിക്കും ഇതിനെ മറികടക്കുക എന്ന ചർച്ച. ഇതൊക്കെയായിരുന്നു രാഹുൽ ഗാന്ധിക്ക് ഈ പ്രഖ്യാപനം ഉണ്ടാകാനുണ്ടായ കാലതാമസം. തീർച്ചയായും അത്തരത്തിൽ ഒരുപാട് കാലതാമസങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് തന്നെ. അദ്ദേഹം ഇന്നലെ രാത്രി വൈകി ഹൈക്കമാൻഡ് നേതാക്കളെ സമ്മതം അറിയിക്കുകയും ഇന്ന് AK ആന്റണി അടക്കം വന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയുമായിരുന്നു. KP അഭിലാഷും പ്രദീപ് പിള്ളയുമാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. ഏറെ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിലെത്തിയ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആഹ്ലാദ പ്രകടനങ്ങളോടെയാണ് വയനാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരിച്ചത്. പ്രഖ്യാപനത്തിൽ ഏറെ സന്തോഷമെന്ന T സിദ്ദിഖും വയനാട് DCCയും പ്രതികരിച്ചു. Finally, it has decided Rahul Gandhi will contest from Wayanad district. ഏറെ കാത്തിരുന്ന പ്രഖ്യാപനം വന്നതോടെ വയനാട് DCC ഓഫീസിൽ ആഹ്ലാദം അണപൊട്ടി. രാഹുലിനു വേണ്ടി ഏറെ ആഹ്ലാദത്തോടെ പിന്മാറുന്നുവെന്ന T സിദ്ദിഖ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഏറ്റവും വിശ്വവിഖ്യാതമായിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്കാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം. ഇത് വയനാട്ടിലെ ജനതയ്ക്ക് ദേശീയ തലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നൽകിയ ഏറ്റവും വലിയതായിരിക്കുന്ന സമ്മാനമാണ്. കേരളത്തിന്റെ അഭിമാന നിമിഷമെന്നായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രതികരണം. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് 2020 20 സീറ്റും കോൺഗ്രസും ജനാധിപത്യ മുന്നണികൾ നേടുമെന്ന കാര്യത്തിൽ സംശയമില്ല. UDF വൻ വിജയം ഉറപ്പാക്കി കഴിഞ്ഞുവെന്ന രമേശ് ചെന്നിത്തല. രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി കേരളത്തിൽ കോൺഗ്രസിന്റെയും UDFന്റെയും വിജയം 10 മടങ്ങ് വർദ്ധിക്കുകയാണ് വിജയ സാധ്യത. പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞുവെന്ന് വയനാട് DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ. ഞങ്ങൾ ഇനി നടത്താൻ പോകുന്ന ബൂത്ത് തലത്തിൽ ഇനി ഭവന സന്ദർശനങ്ങളും പ്രചരണ പരിപാടികളും റോഡ് ഷോകളും ഒക്കെ നടത്താൻ തീരുമാനമെടുത്തിരിക്കുകയാണ് പാർട്ടി. അനിശ്ചിതത്വം നീങ്ങിയതിൽ മുസ്ലിം ലീഗിനും ആശ്വാസം. കേരളത്തോട് AICC കാണിച്ച ഏറ്റവും വലിയ ബഹുമതിയാണിത്. നാളത്തെ പ്രധാനമന്ത്രിയെ കേരളത്തിൽ മത്സരിപ്പിക്കാനുള്ള തീരുമാനം, അക്കാര്യത്തിൽ AICCയെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. വയനാട് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 വയനാട്. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തെ രൂക്ഷമായി വിമർശിച്ച് CPM 20 UDF സ്ഥാനാർത്ഥികളിൽ ഒരാളായി മാത്രമേ രാഹുൽ ഗാന്ധിയെ കാണുന്നുള്ളൂവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. രാഹുലിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും രംഗത്തെത്തി. ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കാനാണ് രാഹുൽ കേരളത്തിലേക്ക് വരുന്നത്. പക്ഷേ ആശങ്കയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇവിടെ 20 മണ്ഡലങ്ങളിൽ UDFന് സ്ഥാനാർത്ഥികളുണ്ട്. അതിലൊരാളായി രാഹുൽ ഗാന്ധിയും വയനാട്ടിൽ മത്സരിക്കുന്നു. പ്രത്യേകമായ മാനങ്ങൾ എന്തെങ്കിലും കാണേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല. രാഹുലിന്റെ വരവ് ഇടത് സ്ഥാനാർത്ഥികളുടെ വിജയത്തെ ബാധിക്കില്ലെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. LDF today is poised to win a record margin of MPs. ഈ മത്സരത്തിലൂടെ കോൺഗ്രസ് നൽകുന്ന സന്ദേശം എന്താണെന്ന് LDF കൺവീനർ A വിജയരാഘവൻ. BJPയെ തോൽപ്പിക്കുക എന്ന മുഖ്യ സമീപനത്തിന്റെ ഭാഗമായിട്ടാണോ വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി പോകുന്നത്? കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രതിലോമ കോൺഗ്രസ് ആണ്. BJPയുമായി കൂടി സന്ധി ചെയ്യുന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ കൂടെ നിൽക്കാനാണ് രാഹുൽ ഗാന്ധിക്ക് താല്പര്യം എന്നതും. ന്യൂസ് 18 തിരുവനന്തപുരം.
രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം 20 മണ്ഡലങ്ങളിലും പ്രതിഫലമുണ്ടാക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. ബിജെപിയെ വിട്ട് ഇടതിനെ തകർക്കാനുള്ള രാഹുലിന്റെ വരവിലെ ധാർമ്മികതയുയർത്തി പ്രതിരോധിക്കാനാണ് സിപിഎമ്മിന്റെ നീക്കം. പ്രധാനമന്ത്രി സാധ്യത കൽപ്പിക്കുന്ന ഒരു നേതാവ് കേരളത്തിൽ മത്സരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമാണ്. ദേശീയ ശ്രദ്ധയിലേക്കാണ് വയനാടും കേരളവും പൊടുന്നനെ കടന്നുകയറിയത്. രാഹുലിന്റെ വരവ് UDFന്റെ താഴെത്തട്ടിൽ വരെ ഉണ്ടാക്കിയ ആവേശം വ്യക്തം. ഗ്രൂപ്പുകൾക്കും വ്യക്തി താൽപര്യങ്ങൾക്കും അപ്പുറം മുകൾ തട്ടിൽ നിന്നും താഴെത്തട്ടിൽ വരെ പ്രവർത്തകരെ ആവേശത്തോടെ അണിനിരത്താൻ സഹായിക്കുന്ന തീരുമാനമാണിത്. മതന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടിൽ കോൺഗ്രസിന് അനുകൂലമായ വലിയ ഒഴുക്കുണ്ടാകുമെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നു. രാഹുലിന്റെ വരവോടെ കോൺഗ്രസിനെതിരെ CPM ഉയർത്തിയ കോലീബി സഖ്യം എന്ന ആരോപണം അപ്രസക്തമാകുന്നു എന്ന നേട്ടവുമുണ്ട്. മുസ്ലിം ലീഗിനും ഇത് ഏറെ ആഹ്ലാദം പകരുന്നു. വളരെ സന്തോഷം. വലിയ ആവേശത്തിലേക്ക് നീങ്ങുമല്ലോ. ഞങ്ങൾ ഇന്നലെ സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ വളരെ സിൻസിയറായിട്ടാണ് ഇനി തീരുമാനം വൈകരുത് എന്ന് പറഞ്ഞത്. ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഈ തീരുമാനമാണ്. രാഹുൽ ഗാന്ധിയുടെ UDFന് അനുകൂലമായി സൃഷ്ടിക്കുന്ന വികാരത്തെ എങ്ങനെ മറികടക്കാം എന്നതാവും ഇടതുമുന്നണിക്ക് മുന്നിലെ പ്രധാന വെല്ലുവിളി. BJPയെ എതിർക്കുന്നതിന് പകരം ഇടതുപക്ഷത്തെ നേരിടാൻ രാഹുൽ ഗാന്ധി എത്തുന്നത് എന്തിനെന്ന വിമർശനമാണ് ഇടതുപക്ഷം ഉയർത്തുന്നത്. From Wayanad in Kerala shows that their priority now is to fight against the left in Kerala. This goes against the declared Congress national commitment to fight against the BJP. Political Bureau, News 18. പത്രിക കൊടുക്കേണ്ട അവസാന തീയതി അടുത്ത സാഹചര്യത്തിൽ ഇനിയും പ്രഖ്യാപനം വൈകിക്കാൻ കോൺഗ്രസിന് കഴിയുമായിരുന്നില്ല. അനിശ്ചിതത്വം നീട്ടരുത് എന്ന മുസ്ലിം ലീഗിന്റെ അന്ത്യശാസനം കൂടി വന്നതോടെ ഇന്ന് തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. ഏപ്രിൽ 1 സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചാൽ അത് എതിരാളികൾ തമാശയാക്കി മാറ്റും. 2-ാം തീയതി കോൺഗ്രസിന്റെ പ്രകടന പത്രിക റിലീസാണ്. അന്ന് മറ്റു വാർത്തകളിലേക്ക് മാധ്യമശ്രദ്ധ പോയാൽ നന്നാകില്ല. അതുകൊണ്ട് മത്സരിക്കുന്നെങ്കിൽ പ്രഖ്യാപനം ഇന്ന് തന്നെ വേണമെന്ന് AK ആന്റണി അടക്കമുള്ള നേതാക്കൾ രാഹുലിനെ അറിയിച്ചു. രാഹുൽ അന്തിമ തീരുമാനമെടുത്തത് ഇന്നലെ രാത്രി. തീരുമാനമെടുക്കും മുമ്പ് വിശ്വാസമുള്ള മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം രാഹുൽ ഒരിക്കൽ കൂടി തേടി. ഇടതിനെതിരെ ഒരു മത്സരം വേണമോ എന്ന സംശയം രാഹുൽ അവരോട് ഉന്നയിക്കുകയും ചെയ്തു. മത്സരത്തിന്റെ അനിവാര്യതയും മത്സരിച്ചില്ലെങ്കിൽ ഉണ്ടായേക്കാവുന്ന ആഘാതങ്ങളും രാഹുലിനെ ധരിപ്പിക്കുന്നതിൽ നേതാക്കൾ വിജയിച്ചു. മത്സരിക്കാൻ തയ്യാറെന്ന് ഇന്നലെ രാത്രി രാഹുൽ KC വേണുഗോപാലിനെ അറിയിച്ചു. ആന്റണിയോടും രാഹുൽ അന്തിമ അഭിപ്രായം തേടി. തുടർന്ന് ആന്റണിയും KCയും ആശയവിനിമയം നടത്തി. കോൺഗ്രസ് ഔദ്യോഗിക വക്താവ് സുർജേവാലയുടെ വാർത്താസമ്മേളനം 10:30 അറിയിപ്പ് വന്നപ്പോഴും അതിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകുമെന്ന് കൃത്യമായ സൂചന ഉണ്ടായിരുന്നില്ല. പക്ഷേ AICC വാർത്താസമ്മേളന വേദിയിലേക്ക് ആന്റണിയും KC വേണുഗോപാലും അഹമ്മദ് പട്ടേലും നടന്നു വന്നതോടെ മാധ്യമപ്രവർത്തകർ ഉറപ്പിച്ചു. 2 ആഴ്ച നീണ്ട ആ തീരുമാനം വരുന്നു. പ്രതീക്ഷ തെറ്റിയതുമില്ല. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുന്ന മൂന്നാമത്തെ ഗാന്ധി കുടുംബാംഗമാണ് രാഹുൽ ഗാന്ധി. അടിയന്തരാവസ്ഥയിൽ അടിതെറ്റിയ ഇന്ദിരാഗാന്ധിയുടെ തിരിച്ചുവരവിന് കർണാടക വേദിയായി. 1999 അമേഠിക്ക് പുറമെ സോണിയാഗാന്ധി മത്സരിക്കാൻ തെരഞ്ഞെടുത്തത് കർണാടകമായിരുന്നു. പിന്നീട് ഈ മണ്ഡലങ്ങൾ കോൺഗ്രസിനെ കൈവിട്ട ചരിത്രവുമുണ്ട്. റായ്ബറേലിയായിരുന്നു ഇന്ദിരയുടെ തട്ടകം. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം രാജ്നാരായണൻ എന്ന സോഷ്യലിസ്റ്റിന് മുന്നിൽ ഇന്ദിര തോറ്റു. 77-ലെ ഇന്ദിരാവിരുദ്ധ തരംഗത്തിൽ ഒപ്പം നിന്ന കർണാടക വഴി പാർലമെന്റിലെത്താനായിരുന്നു തീരുമാനം. ചിക്മാംഗ്ലൂർ MP DB ചന്ദ്രഗൌഡ ഇന്ദിരാഗാന്ധിക്കായി മണ്ഡലമൊഴിഞ്ഞു. ഇന്ദിരയെ മകളെന്ന് വിളിച്ച് ജനങ്ങൾ ആർപ്പ് വിളിച്ചു. വീണ്ടും ഇന്ദിരാ വിജയങ്ങളുടെ തുടക്കം. ൽ ഇന്ദിര ആന്ധ്രയിലെ മേഡക്കിലേക്ക് മാറി. റായ്ബറേലിയിലും ജയിച്ചെങ്കിലും മേഡക് നിലനിർത്തുകയായിരുന്നു. 99-ൽ തെരഞ്ഞെടുപ്പിലെ കന്നി അംഗത്തിനിറങ്ങിയ സോണിയാഗാന്ധി അമേഠിക്കൊപ്പം തെരഞ്ഞെടുത്ത് കർണാടകയിലെ ബെല്ലാരി. 98-ൽ അമേഠിയിൽ BJP ജയിച്ചതാണ് സുരക്ഷിത മണ്ഡലം തേടാൻ സോണിയയെ പ്രേരിപ്പിച്ചത്. അതുവരെ ബെല്ലാരിക്ക് കോൺഗ്രസിനെ മാത്രം ജയിപ്പിച്ച ചരിത്രമായിരുന്നു ഉണ്ടായിരുന്നത്.
അമേഠിയിൽ സഞ്ജയ് സിംഗിനെയും ബെല്ലാരിയിൽ സുഷമ സ്വരാജിനെയും സോണിയ തോൽപ്പിച്ചു. രണ്ടിടത്തും ജയിച്ചപ്പോൾ ബെല്ലാരി വിട്ട് അമേഠി നിലനിർത്തി. ഇന്ദിരയ്ക്കും സോണിയയ്ക്കും പിന്നാലെ രാഹുൽ എത്തുകയാണ്. ഇന്ദിരയും സോണിയയും മത്സരിച്ച ദക്ഷിണേന്ത്യൻ മണ്ഡലങ്ങൾ കോൺഗ്രസിനെ കൈവിട്ടതാണ് പിൻകാല ചരിത്രം. രണ്ടിടത്ത് മത്സരിക്കുന്ന രാഹുൽ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചാൽ വയനാട് നിലനിർത്തുമോ എന്നത് കാത്തിരുന്ന് കാണാം. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. തുഷാർ വെള്ളാപ്പള്ളി തന്നെ വയനാട്ടിൽ NDA സ്ഥാനാർത്ഥിയായേക്കും. തൃശൂരിൽ നിന്ന് തുഷാർ വയനാട്ടിലേക്ക് മാറും. പകരം തൃശൂർ സീറ്റ് BJP ഏറ്റെടുത്തേക്കും. അല്പസമയത്തിനകം തുഷാർ മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യം വിശദീകരിക്കും. സുബി വിശ്വനാഥൻ ചേരുന്നു. സുബി, ഇത് സ്ഥിരീകരിക്കാവുന്ന തീരുമാനം തന്നെയാണോ? തുഷാറിന്റെ പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകുമോ? രഞ്ജിത്ത്, തുഷാർ വെള്ളാപ്പള്ളിയുടെ വാർത്താ സമ്മേളനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ പറയുന്നത് അദ്ദേഹം വയനാട്ടിൽ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തും എന്ന കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട അമിത്ഷായുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. തുഷാർ ഇതുവരെ നടന്ന വാർത്താ സമ്മേളനത്തിൽ താൻ മത്സരിക്കും എന്ന കാര്യം അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷേ നേരത്തെ നമുക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് തുഷാർ വെള്ളാപ്പള്ളി വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകും. പക്ഷേ ഇപ്പോൾ നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത് BJPയുടെ കരുത്തനായ സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ ഇതൊരു മുന്നണിയാണ്, അതുകൊണ്ട് തന്നെ BJPയുടെ സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ തങ്ങളുടെ ഒരു ആളോ വരാം എന്ന രീതിയിലാണ് ഇപ്പോൾ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ തുഷാർ വെള്ളാപ്പള്ളി പറയുന്നത്. ഇതുവരെ പറഞ്ഞത് തുഷാർ വെള്ളാപ്പള്ളി വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകും, അതിന് പകരമായി തൃശൂർ സീറ്റ് BJPക്ക് മാറ്റി നൽകും എന്നാണ്. സ്വാഭാവികമായും സുവി തിരിച്ചു വരായപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി മാധ്യമങ്ങളെ കാണുന്നു. ശബ്ദ സംപ്രേഷണത്തിലേക്ക് അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നം, അത് ആദ്യം വരട്ടെ, പിന്നെ ഇറങ്ങുന്നുണ്ടല്ലോ. ഞങ്ങൾ അടുത്ത മീറ്റിങ്ങിന് പോവല്ലേ ഉച്ചയ്ക്ക് ശേഷം. പിന്നെ നാട്ടിക പിന്നെ അതിന് ഞാൻ പറഞ്ഞില്ല, ഇന്ന് വൈകുന്നേരം ഡിക്ലറേഷൻ വരുമ്പോ അല്ലെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇന്ന് വൈകുന്നേരം ഡിക്ലറേഷൻ വരുമ്പോ അല്ലെങ്കിൽ ഇവിടെ ഞാൻ ഏതായാലും ഇതിന്റെ പരിപാടികൾക്കെല്ലാം പോയാലേ എനിക്ക് പറ്റൂ. ഞാൻ ചോദിക്കുന്നത് നമ്മൾക്ക് ഇത് വളരെ കൃത്യമായിട്ട് അറിയാം. ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് നിൽക്കുകയാണ്. അത് നമുക്കിപ്പോ ഇതിനകത്ത് സസ്പെൻസ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. സസ്പെൻസ് ഉണ്ടാക്കുന്ന നാളെ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ തുടങ്ങാൻ തീരുമാനിച്ചിരുന്ന പ്രചരണ പരിപാടി ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. താങ്കൾ സ്ഥാനാർത്ഥിയാണ്? ഞാൻ സ്ഥാനാർത്ഥിയാണല്ലോ ഇതുവരെ. ഇതുവരെ അതായത് ഒരു മാറ്റം ഉണ്ടാവില്ല. അല്ല, മാറ്റം ഉണ്ടാകുമല്ലോ തീരുമാനിക്കേണ്ടത് നാഷണൽ പ്രസിഡന്റാണ്, ഞാനല്ല. വയനാട് സീറ്റ് BDJS വിട്ടുകൊടുക്കേണ്ട വന്നാൽ വിട്ടുകൊടുക്കും. ഇപ്പൊ നിങ്ങൾ അമിത്ഷാ സംസാരിച്ചിട്ട് എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത്, കാരണം ഞാൻ ഈ വിവരങ്ങൾ പറഞ്ഞു, അദ്ദേഹം ഫ്ലൈറ്റിലാണ്, തിരിച്ചിറങ്ങിയ കാര്യം അദ്ദേഹം ഫ്ലൈറ്റിൽ കയറാൻ നേരത്തെ ഞങ്ങൾ സംസാരിച്ച് അദ്ദേഹം ഒരു മണിക്കൂർ മുമ്പ് വിളിക്കും. വിളിച്ച് ഞങ്ങൾ സംസാരിച്ച് തീരുമാനമെടുക്കും. അതിനുശേഷം ഫോൺ ഞങ്ങളും കിട്ടിയിട്ടില്ല. വയനാട്ടിൽ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അതിലേ പറഞ്ഞ് എല്ലാവരും എന്നെ വിളിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇപ്പം ഇത് തുടങ്ങി ചോദിച്ചത് എന്താണ്, BDJSന്റെ സീറ്റ് BJP എടുക്കുമോ ഇല്ലയോ? ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യനുള്ളൂ. ആരാണ് വരാൻ വേണ്ടി പോകുന്ന അടുത്ത സ്ഥാനാർത്ഥി? ഞാൻ BDJSന്റെ കൺവീനറാണ്. ഒരു തെരഞ്ഞെടുത്ത ഗൗരവത്തോട് കാണുന്ന ഒരാളാണ് താങ്കൾ. അതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ വന്നതും. ഇത്തരം ഒരു വാർത്താ സമ്മേളനം വിളിക്കേണ്ട സാഹചര്യം എന്താണ്? BDJSന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഇവിടെ ഇവിടെ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായി വന്നത് ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്ന സ്ഥലത്തായതുകൊണ്ട് അത് ഈ കേരളത്തിലുള്ള മുഴുവൻ മാധ്യമങ്ങളും അദ്ദേഹത്തിന് അറിയാൻ കഴിയുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ മാധ്യമങ്ങളും എന്നെ ടെലിഫോണിൽ വിളിച്ചത് ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരോടും എന്താണ് നാളെ എടുക്കാൻ വേണ്ടി പോകുന്ന തീരുമാനത്തിനെ കുറിച്ച് അറിയിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. അന്തിമ തീരുമാനം വൈകുന്നേരം എടുക്കേണ്ടത് ആരാണ്? ഞാനാണോ എടുക്കേണ്ടത്? കാരണം എനിക്ക് എടുക്കാൻ വേണമെങ്കിൽ. കാരണം ഇപ്പൊ രാഹുൽ ഗാന്ധി വന്നിട്ടുള്ള അല്ലല്ല അങ്ങനല്ല. കാരണം വെച്ചാൽ ഇത് രാഹുൽ ഗാന്ധി അവിടെ വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ അത് BDJSന്റെ സീറ്റാണ്. നോർമലായിട്ട് എനിക്ക് തീരുമാനം എടുക്കാം. പക്ഷെ അത് മര്യാദയല്ല. കാരണം വെച്ചാൽ രാഹുൽ ഗാന്ധി വന്നിട്ടുള്ളത് കൊണ്ട് അദ്ദേഹമാണ് തീരുമാനം എടുക്കേണ്ടത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ തീരുമാനം മൊത്തം വിട്ടു ടെലിഫോണിൽ ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു. വൈകുന്നേരം പറയുകയും ചെയ്യാം. പക്ഷെ ഇത് ടെലിഫോണിൽ എല്ലാവരും വിളിച്ചോണ്ടിരിക്കുക. നിങ്ങളെല്ലാം വിളിച്ചതല്ലേ? ഇപ്പൊ വിളിച്ച സമയത്ത് എനിക്കൊന്നും പറയാനില്ല. ഇതിനകത്ത് ഉള്ള കാര്യം പറഞ്ഞു നിർത്തിയാലേ. തൃശ്ശൂരിന്റെ ഒരു വിഷയം എന്താ വെച്ചാൽ കാത്തിരുന്ന് സ്ഥാനാർത്ഥിനെ കിട്ടിയത് അപ്പുറത്ത് തീരുന്ന ആളുകൾ അങ്ങനെ ഇനിയിപ്പോ വീണ്ടും പോവാന്ന് പറയുമ്പോഴേ വീണ്ടും കൂടെ അനിശ്ചിതത്വം ഉണ്ടാവാണ്.
അപ്പൊ ഞങ്ങളെല്ലാവരും താങ്കളുടെ ഇന്റർവ്യൂ എടുത്തത് ഞങ്ങൾക്ക് ഇനി കട്ട് ചെയ്ത് വേറെ ആളുകൾ കയറ്റണം. തീരുമാനം പറഞ്ഞാൽ ഞങ്ങൾക്ക് എളുപ്പമായി. അല്ല സാറേ, എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുന്നത് മനസ്സിലാക്കി ദയവ് ചെയ്ത്. കാരണം വെച്ചാൽ ഞാൻ ഈ വിവരം അറിയിച്ചു. കാര്യം ഇപ്പൊ എല്ലാവരും ടെലിഫോണിൽ വിളിച്ച് ചോദിച്ചുകൊണ്ട് എന്താ BDJ's സീറ്റാണ്, അത് BJP എടുത്തോ അല്ലെ BJP എടുക്കുമോ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചർച്ചകൾ ഇപ്പോൾ ഉണ്ടായി. അതിനൊരു ക്ലിയർ ആക്കേണ്ട ബാധ്യത എനിക്കുണ്ടല്ലോ. ഇനി ഒരു കാര്യം, ഇപ്പൊ തൃശ്ശൂര് ഓക്കെ, ഇപ്പൊ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായി. നിങ്ങൾ വയനാട്ടിൽ പോയാല് തൃശ്ശൂർ BDJ's ആയിരിക്കും BJP കൊടുക്കും. ഞാനത് പറഞ്ഞില്ലേ, കാരണം വെച്ചാൽ തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് ആലോചിച്ച ശേഷം അല്ലേ പറയാൻ പറ്റും. ഞാനിപ്പം ഇപ്പൊ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. വയനാട്ടിലെ തീരുമാനം പൂർണ്ണമായിട്ടും അമിത്ഷായുടെയാണ്, അത് അദ്ദേഹത്തിന്റെ ആണ്. അല്ല, അത് അദ്ദേഹമാണല്ലോ പറയണ്ടേ. കാരണം ഇത്രയും ഒരു അത് സാധാരണ BJPയുടെ ആണെന്നുണ്ടെങ്കിൽ സീറ്റുകളെല്ലാം തീരുമാനിക്കുന്ന അവിടെ തന്നെയല്ലേ. അതാരും സംസ്ഥാനത്ത് നല്ല തീരുമാനം ലിസ്റ്റ് കൊടുക്കലല്ലേ ഉള്ളൂ. പോസ്റ്റർ ഓടിക്കുന്ന ആളുകളോട് വേണ്ടെന്ന് പറയാം. കാരണം വെറുതെ പോസ്റ്റർ ഓടിക്കുന്ന കാര്യം പുതിയ ആളോട്ടില്ലേ വയനാട്ടിൽ ഓടിക്കാൻ പോകാലോ. അല്ല കാരണം ഞാൻ ഈ വിവരം പറഞ്ഞു, അതുകൊണ്ടൊരു 3-4 മണിക്കൂറിനുള്ളിൽ അതിന് ഡിക്ലറേഷൻ ഉണ്ടാവും. അപ്പൊ അതുവരെ ഒന്ന് കാത്തിരിക്കുക. കാരണം അതിന് ഞാനല്ലല്ലോ പറയേണ്ടത്, അതിന് മര്യാദ ഞാനല്ലല്ലോ. കാരണം ഞാൻ ഓപ്പൺ ആണ്. കാരണം എന്ത് പറയുന്നു അത് ചെയ്യാൻ ഞാനും ബാധ്യസ്ഥനാണ്. ബാക്കി BDJ's എല്ലാം ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും. അതുപോലെ തന്നെ BJPയുടെ ഉണ്ടാവും. സൂചന ഒന്നും പറഞ്ഞിട്ടില്ല, ഈ വിവരം മാത്രം സംസാരിച്ചത്. ഈ വിവരം ഇങ്ങനെയുള്ള വിവരം പറഞ്ഞു. കാരണം ഞാൻ ഇത് സീറ്റ് നമ്മുടെതാണ്. അതെ, അല്ലല്ല, കാരണം അല്ലല്ല, കാരണം ഞാനതിന് അദ്ദേഹത്തോട് പറയണമല്ലോ. കാരണം BJP എടുക്കണമെങ്കിൽ BJPക്ക് തരുന്നതിനോ അല്ലെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളി മാധ്യമങ്ങളെ കാണുകയാണ് തൃശ്ശൂരിൽ. പക്ഷേ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം എപ്പോഴും തുടരുകയാണ്. അമിത്ഷായാണ് തീരുമാനമെടുക്കേണ്ടത് ഈ വിഷയത്തിൽ. എന്തായാലും വയനാട്ടിൽ ശക്തനായ സ്ഥാനാർത്ഥി ഉണ്ടാകും. തുഷാർ വെള്ളാപ്പള്ളിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ BJPക്ക് തൃശ്ശൂർ വിട്ടുകൊടുക്കുമോ എന്ന് അടക്കമുള്ള ചോദ്യങ്ങൾ വളരെ പ്രസക്തമായി മാറുകയാണ്. അമിത്ഷാ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. തുഷാർ വെള്ളാപ്പള്ളി മനസ്സ് തുറന്നിട്ടില്ല. മാധ്യമങ്ങളെ ഇപ്പോഴും അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.